ഇന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്ക് വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. രാത്രി ഷൂട്ട് ചെയ്യണോണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടറ്റോ ഒരു മീഡിയം പീസസ് ആക്കിയിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ പനീറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം എണ്ണയിലിട്ട് വഴറ്റണ്ട, റബ്ബർ പോലെയാവും പനീർ. പിന്നെ ഞാൻ കോളിഫ്ലവർ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുലാവിന് വേണ്ട സവാള എന്ന് കനം കുറച്ച് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ജീരകശാല റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാ പോലെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ഒരു ഹാഫ് കുക്കായ സമയത്ത് ഞാൻ അതിലേക്ക് കോളിഫ്ലവർ അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം, ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഏകദേശം ഒരു 90-95% കുക്കാവുമ്പോൾ ഞാനിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കും ഈ വെജിറ്റബിൾസ് എല്ലാം. പിന്നെ ഞാൻ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജാതിപത്രി, സാജീരകം എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. സവാളയും പച്ചമുളകും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്തേക്ക് എൻ്റെ പൊട്ടറ്റോവും കോളിഫ്ലവറും കുക്കായി വന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് പൊട്ടറ്റോ, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഫ്രോസൺ ഗ്രീൻ പീസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം വഴറ്റണ്ട, 2 മിനിറ്റിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ മോയ്സ്ചറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്തേക്ക് നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഒരു വലിയ തക്കാളി, ഒരു തക്കാളിയെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും എരിവുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലയുടെ പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് പൊടികൾ ഇട്ട് കൊടുക്കേണ്ട. കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം, ഇതെല്ലാം പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ കുറവായോ എന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയുടെ ഇല അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് സോട്ടേ ചെയ്ത് വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മസാലയും ഉള്ളിയൊക്കെ എല്ലാറ്റിലേക്കും ആവണ പോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള പുലാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ റൈസിൽ ഉപ്പിടാതെ കുക്ക് ചെയ്ത് വെച്ചിരിക്കണത്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ സാധാ പോലെ കുക്ക് ചെയ്ത് വെച്ച റൈസാണ് കേട്ടോ, വേറൊന്നും ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല. നന്നായിട്ട് ഇനി റൈസും വെജിറ്റബിൾസും ഒന്നും ഉടഞ്ഞു പോവാത്ത വിധത്തിൽ വളരെ പതുക്കെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ഉപ്പൊക്കെ പാകമാണോ നോക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് പാകമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉപ്പിടേണ്ടി വന്നിട്ടില്ല എനിക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബിരിയാണിയുടെ ഫ്ലേവറും ബിരിയാണിയുടെ എസൻസും കുറച്ച് പൈനാപ്പിളിൻ്റെ ഓരോ ഡ്രോപ്പ് അതിൽ അധികം ഇട്ടിട്ടില്ല, ഒന്നിട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ബിരിയാണി എസൻസും പൈനാപ്പിളിൻ്റെ എസൻസും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒതുക്കിയിട്ട്
ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതേപോലെ ചെറിയൊരു ബൗളിലേക്കൊക്കെ ആക്കി ഹോട്ടലിലൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ, അങ്ങനെ ചെയ്ത് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ നെല്ലിക്ക അച്ചാർ, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുറുമ ഉണ്ടായിരുന്നു, അത്രയൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി കേട്ടോ.